Hello everyone, welcome back to Edu's Pharma Academy. Pharmaceutics 1-ലെ ക്യാപ്സ്യൂൾസ് പോർഷനിലെ MCQs ആയിട്ടാണ് Edu's Academy ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ക്യാപ്സ്യൂൾസ് 2-ന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റിനും 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 4 ഓപ്ഷൻസിൽ നമ്മൾ ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. ബാക്കിയുള്ള 3 ഓപ്ഷൻസിനെ പറ്റിയും നമ്മൾ പഠിക്കും. ബാക്കിയുള്ള 3 ഓപ്ഷൻസ് റിലവന്റ് അല്ല എങ്കിൽ ആ ഒരു ഓപ്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമ്മൾ തറവായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഓരോ 1 by 1 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, what is the isoelectric pH of gelatin derived from acid treated precursor? A tricky question അല്ലേ? acid treated precursorൽ നിന്നും വന്ന ജലാറ്റിന്റെ ഐസോഇലക്ട്രിക് പോയിന്റ് എത്രയാണ്? സോ എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? ജലാറ്റിൻ 2 ടൈപ്സ് ഉണ്ട്. ടൈപ്പ് എ ജലാറ്റിനും ഉണ്ട്, ടൈപ്പ് ബി ജലാറ്റിനും ഉണ്ട് അല്ലെ. ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് ബി ഉണ്ട്. ടൈപ്പ് എ ജലാറ്റിൻ is obtained from acid treated precursor and type B gelatin is obtained from base or alkali treated precursor. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? what is isoelectric pH of gelatin derived from acid treated precursor? acid treated precursorന്റെ ആണ് acid treated precursorന്റെ isoelectric point ആണ് ചോദിച്ചിരിക്കുന്നത്. സോ acid treated precursor ആയിട്ടുള്ള ജലാറ്റിൻ ഏതാ? ടൈപ്പ് എ ജലാറ്റിൻ. നമ്മൾ ടൈപ്പ് എ ജലാറ്റിന്റെ ഐസോഇലക്ട്രിക് പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ വേണം കേട്ടോ, ഷോർട്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ആസിഡ് ട്രീറ്റഡ് പ്രിക്കോസർ ആണ്. സോ ഐസോഇലക്ട്രിക് pH നിൽക്കുന്നത് ഏത് ലെവലിലായിരുന്നു? ബേസിക് ലെവലിലായിരുന്നു അല്ലെ. അപ്പോ എത്രയായിരുന്നു? ഇറ്റ് ഇസ് 9.0 and for base it is 4.7. കാരണം ബേസ് ഓർ ആൽക്കലി ട്രീറ്റഡ് പ്രിക്കോസർ ആയിട്ടുള്ള ടൈപ്പ് ബി ജലാറ്റിന്റെ ഐസോഇലക്ട്രിക് പോയിന്റ് എന്ന് പറയുന്നത് അസിഡിക് റേഞ്ച് ആയിട്ടുള്ള 4.7 നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ടൈപ്പ് എന്റെ കേസിൽ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസിഡ് ട്രീറ്റഡ് പ്രിക്കോസർ, അതായത് ടൈപ്പ് എ ജലാറ്റിന്റെ ഐസോഇലക്ട്രിക് pH എത്രയാന്നുള്ളതായിരുന്നു. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി 9 അല്ലെ, 9.0. Type A gelatin is derived from acid treated precursor. Isoelectric pH is 9 and it is obtained from pork skin. അത് വിട്ടോയോ കേട്ടോ. Type A is obtained from animal skin or pork skin. It imparts elasticity or plasticity and clarity to the shell. Type B is derived from alkali treated. Isoelectric pH is 4.7. The B is obtained from bone. It imparts toughness to the shell. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. ഈ ഒരു സ്ലൈഡിൽ നിന്ന് തന്നെ നമ്മൾ ടൈപ്പ് എ പഠിച്ചു, ടൈപ്പ് ബി പഠിച്ചു, ആസിഡ് ട്രീറ്റഡ് ആണോ ബേസ് ട്രീറ്റഡ് ആണോ എന്ന് പഠിച്ചു. അത് എന്ത് ഉപയോഗമാണ് ടൈപ്പ് എയും ടൈപ്പ് ബിയും കൊടുക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which factor is crucial for achieving uniformity in the weight of filled capsule? ഇതിൽ ഏത് ഫാക്ടർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയിട്ട്? യൂണിഫോം ഫിൽഡ് ക്യാപ്സ്യൂൾസ് ആയിരിക്കണം. എല്ലാ ക്യാപ്സ്യൂൾസിന്റെയും വെയിറ്റ് യൂണിഫോം ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്നവയിൽ ഏത് ഫാക്ടർ ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ആംബിയന്റ് ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി ഓപ്പറേറ്റേഴ്സ് എക്സ്പീരിയൻസ്, ഓപ്ഷൻ സി പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ ഡി കളർ ഓഫ് ദ ക്യാപ്സ്യൂൾ ഷെൽ. വെരി ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പം യൂണിഫോം വെയിറ്റ് ഉള്ള ക്യാപ്സ്യൂൾസ് ആവണമെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോർമുലേഷൻ, യൂണിഫോം പാർട്ടിക്കിൾ സൈസ് ആയിരിക്കണം അല്ലെ. ഒരു പാർട്ടിക്കിൾ വലുതും ഒരു പാർട്ടിക്കിൾ ചെറുതും ആവാൻ പാടില്ല. എല്ലാം യൂണിഫോം സൈസിലുള്ള പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. അച്ചീവിംഗ് യൂണിഫോമിറ്റി ഇൻ വെയിറ്റ് ഓഫ് ഫിൽഡ് ക്യാപ്സ്യൂൾ ഇസ് പ്രൈമർലി ഡിപെൻഡന്റ് on the particle size distribution of the formulation. Consistent particle size contribute to the even distribution of the active pharmaceutical ingredient or API in the capsule. Uniform particle size ആയാ മാത്രമേ യൂണിഫോം വെയിറ്റ് ഉണ്ടാവത്തുള്ളൂ. എൻഷുറിംഗ് ദാറ്റ് ഈച്ച് ക്യാപ്സ്യൂൾസ് കണ്ടെയ്ൻ ദ ഇന്റൻഡഡ് ഡോസ്. എന്നാൽ മാത്രമേ എല്ലാ ക്യാപ്സ്യൂൾസിലും സെയിം ഡോസ് ആണ്. 500 mg എന്ന് പറഞ്ഞാൽ 500 mg ആണെന്ന് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Variation in particle size can lead to weight discrepancies and impact the efficacy of medication. ഓരോ ക്യാപ്സ്യൂളും 500 mg എന്ന് പറഞ്ഞ് നമ്മൾ കഴിച്ചിട്ട് 250 ഉള്ളൂ എങ്കിലും കുഴപ്പമാണ്, അത് കൂടി പോയാലും കുഴപ്പമാണ് അല്ലെ. Therefore, controlling the particle size distribution is crucial for maintaining the quality and consistency in capsule filling process. അടുത്ത question, what is the primary purpose of preservative in the soft gelatin shell of medication? അപ്പോൾ soft gelatin shellൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു എക്സിപ്പിയന്റ് ആയിരുന്നു പ്രിസർവേറ്റീവ്. എന്തിനായിരുന്നു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത്? സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസ് എന്ന് പറയുമ്പോൾ മെയിൻലി ലിക്വിഡ് മെഡിക്കമെന്റ്സിന് ഫിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ ലിക്വിഡ് ആണെങ്കിൽ അവിടെ ഫംഗസ് ഗ്രോത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഓപ്ഷൻസ് നോക്കിയാലോ. To enhance the flavor, prevent the fungus growth, increase the shelf life, improve the color.
Answer is option B, prevent the growth of fungi. The preservative in soft gelatin shell is added to inhibit the growth of fungi. Soft gelatin capsules are often used to encapsulate medication or dietary supplements. അതെല്ലാം നമുക്കറിയാം എന്തിനാണ് soft gelatin capsules use ചെയ്യുന്നത്. And the presence of preservative helps to maintain the integrity of the product by preventing fungal growth. അപ്പോൾ preservative ഉണ്ടാവണം, അവര് fungal growth കുറയ്ക്കും. Fungi can thrive in moist environment. എന്തുകൊണ്ടാ ലിക്വിഡ് മെഡിക്കമെന്റ്സിനെ കൂടുതലും നമ്മൾ സോഫ്റ്റ് gelatin ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എൻകാപ്സുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫംഗസിന് ഈ മോയിസ്റ്റ് എൻവയോൺമെന്റിൽ ജീവിക്കാനുള്ള കഴിവുണ്ട്. ആൻഡ് സോഫ്റ്റ് ജെലാറ്റിൻ ഷെൽ പ്രൊവൈഡ് ആൻ ഐഡിയൽ എൻവയോൺമെന്റ് ഫോർ ദിയർ ഗ്രോത്ത്. സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസിനുള്ളിൽ ഇതിന് പെട്ടെന്ന് വളരാനായിട്ട് പറ്റും. അഡീഷൻ ഓഫ് പ്രിസർവേറ്റീവ് ഇസ് ക്രൂഷ്യൽ ഫോർ എൻഷുറിംഗ് ദ സ്റ്റെബിലിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് മെഡിക്കേഷൻ ഓർ സപ്ലിമെന്റ് ഓവർ ഇറ്റ് ഷെൽഫ് ലൈഫ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസിനുള്ളിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിരിക്കണം. എസ്പെഷ്യലി ലിക്വിഡിനെയാണ് നമ്മൾ എൻകാപ്സുലേറ്റ് ചെയ്യുന്നത്. Clear ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, why is a preservative included in soft gelatin capsule shell medication? Same question. Options എന്തൊക്കെയാ? Enhance the aroma, മണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ? Improve the texture, prevent the microbial growth including fungi, boost the nutritional content. ഏതാ ആൻസർ? പ്രിവെന്റ് ദ മൈക്രോബിയൽ ഗ്രോത്ത് ഇൻക്ലൂഡിംഗ് ഫംഗൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. റാഷണൽ സെയിം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി പർപ്പസ് ഓഫ് ഇൻക്ലൂഡിംഗ് എ പ്രിസർവേറ്റീവ് ഇൻ ദ ഷെൽ ഇസ് ടു പ്രിവെന്റ് ദ മൈക്രോബിയൽ ഗ്രോത്ത് ഇൻക്ലൂഡിംഗ് ദ ഫംഗി. സോഫ്റ്റ് ജെലാറ്റിൻ capsules are susceptible to the contamination by microorganisms and preservatives added to inhibit the growth of fungi, bacteria and other potential harmful microbes. This ensures the product safety and efficacy, maintaining its quality throughout the intended shelf life. Fungi in particular can compromise the stability of the medication or supplement, making the inclusion of a preservative crucial for pharmaceutical and nutritional products encapsulated in soft gelatin capsules. അതായത് fungi, especially fungi, ഫംഗസ് പെട്ടെന്ന് ഗ്രോ ചെയ്യും ലിക്വിഡ് മെഡിക്കമെന്റ്സ് ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഫംഗസ് ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ സേഫ്റ്റിയും എഫിക്കസിയും ഒക്കെ മാറും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണം. സേഫ്റ്റി എഫിക്കസിയും ഇമ്പോർട്ടന്റ് ആണ്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും സോഫ്റ്റ് ജെലാറ്റിൻ ഷെൽ മേക്ക് ചെയ്യുമ്പോൾ ഫംഗസ് ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിരിക്കണം. What filling process are commonly used for soft gelatin capsule shell nowadays? Soft gelatin capsules ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താഴെ പറയുന്നവയിൽ ഏത് മെത്തേഡാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? റോട്ടറി മെഷീൻ പ്രോസസ്, പ്ലേറ്റ് പ്രോസസ്, റെസിപ്രോക്കേറ്റിംഗ് ഡൈ പ്രോസസ് ഒക്കെ നമ്മൾ പഠിച്ചു. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? റോട്ടറി മെഷീൻ പ്ലേറ്റ് പ്രോസസ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി റെസിപ്രോക്കേറ്റിംഗ് ഡൈ പ്രോസസ് ആൻഡ് പ്ലേറ്റ് പ്രോസസ്. ഓപ്ഷൻ സി റോട്ടറി മെഷീൻ ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് ഡൈ പ്രോസസ്. ഓപ്ഷൻ ഡി റോട്ടറി മെഷീൻ പ്ലേറ്റ് പ്രോസസ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് ഡൈ പ്രോസസ്. ഈ മൂന്ന് മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് റോട്ടറി മെഷീനും റെസിപ്രോക്കേറ്റിംഗ് ഡൈ പ്രോസസ്സും ആണ്. Both of these machines are commonly employed for filling soft gelatin capsule in modern pharmaceutical manufacturing. ഈ രണ്ട് മെത്തേഡും ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് പാക്കേജിംഗ് ഫിൽഡ് ക്യാപ്സ്യൂൾ? ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയതിനു ശേഷം പാക്ക് ചെയ്യും അല്ലെ? പാക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ പാക്ക് ചെയ്യുന്നത്? A. To enhance the visual appeal. B. To facilitate easy transportation. C. To prevent contamination and control moisture during long-term storage. D. To improve taste of medication of capsule. ഏതായിരിക്കും ആൻസർ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യാൻ നേരം ഫിൽഡ് ക്യാപ്സൂൾസിനെ പാക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ സി. കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യണം. ക്യാപ്സൂൾസ് ഒക്കെ വളരെയധികം മോയ്സ്ചർ സെൻസിറ്റീവ് ആണ് അല്ലെ? സോ കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യണം. മോയ്സ്ചറുമായിട്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കണം. കാരണം നമ്മൾ ഒരുപാട് നാൾ ഇത് സ്റ്റോർ ചെയ്യേണ്ടതാണ്. സോ അതിന് വേണ്ടിയിട്ട് ആഫ്റ്റർ ഫില്ലിംഗ് ക്യാപ്സൂൾസ് എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്യുന്നു. ബ്ലിസ്റ്റർ പാക്കിംഗ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ദ മെയിൻ എയിം ഓഫ് പാക്കേജിംഗ് ഫിൽഡ് ക്യാപ്സൂൾ ഇസ് ടു എൻഷുർ സ്റ്റെബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഡ്യൂറിംഗ് ലോങ് ടേം സ്റ്റോറേജ്. കണ്ടാമിനേഷൻ ക്യാൻ കോംപ്രമൈസ് ദ സേഫ്റ്റി ആൻഡ് എഫിക്കസി ഓഫ് ക്യാപ്സൂൾ. കണ്ടാമിനേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സേഫ്റ്റിയും എഫിക്കസിയും പോകാനുള്ള ചാൻസസ് ഉണ്ട്. Also, moisture control is crucial to prevent the issues such as degradation of the capsule shell. Moisture ഒന്നും പ്രിവെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാപ്സൂൾ ഷെല്ല് ഡീഗ്രേഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം gelatin is moisture sensitive. Therefore, a correct answer is option C, as it accurately reflects the primary purpose of packaging in this context. Clear ആയില്ലേ? Next question. Why is preventing contamination and controlling moisture important in the packaging of filled capsule? അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിൽഡ് ക്യാപ്സ്യൂൾസ് പാക്ക് ചെയ്യുന്നത് മോയ്സ്ചർ പ്രിവെന്റ് ചെയ്യുക, കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെന്നൊക്കെ പ്രിവെന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ. ടു മേക്ക് ദ ക്യാപ്സൂൾസ് ലുക്ക് മോർ അപ്പീലിംഗ്. ഓപ്ഷൻ ബി. ടു എൻഹാൻസ് ദ ടേസ്റ്റ് ഓഫ് ക്യാപ്സൂൾ. ഓപ്ഷൻ സി. ടു എൻഷുർ ദ സേഫ്റ്റി ആൻഡ് എഫിക്കസി ഓഫ് ക്യാപ്സൂൾ ഡ്യൂറിംഗ് സ്റ്റോറേജ്. ഓപ്ഷൻ ഡി. ടു റെഡ്യൂസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ പാക്ക് ചെയ്ത് കണ്ടാമിനേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ?
സേഫ്റ്റി ആൻഡ് എഫിക്കസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, to ensure the safety and efficacy of the capsules during the storage. Preventing contamination and controlling moisture are critical steps ensuring the quality, safety and efficacy of capsule during the storage. Contamination can introduce harmful substances or degrade active ingredient, while controlled moisture can lead to capsule shell deterioration and loss of potency. മനസ്സിലായല്ലോ, കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിയും എഫിക്കസിയും ഒക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് therefore the correct answer is option C, as it is most suitable to the question asked. Clear ആയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്മോളസ്റ്റ് സൈസ് ഓഫ് ക്യാപ്സ്യൂൾ ഇസ് ഡിനോട്ടഡ് ബൈ വിച്ച് നമ്പർ? 0, 1, 2 and 5 ഏതാണ്? അതായത് സൈസ് ഓഫ് ക്യാപ്സ്യൂൾസ് നമ്മൾ പഠിച്ചതായിരുന്നു 000, 00, 0, 1, 2, 3 and 5 നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പൊ ഏറ്റവും ചെറുത് ഏതാ? 000 ആയിരിക്കും അല്ലേ? അല്ല, നമ്മൾ ഓർക്കും 0 ആണ്, സോ ഇറ്റ് മസ്റ്റ് ബി ദ സ്മോളസ്റ്റ് സൈസ്. അങ്ങനെ അല്ല, നമ്മൾ പഠിച്ചപ്പോൾ എടുത്തു പറഞ്ഞിരുന്നതാണ്. ഏറ്റവും ചെറുത് 5ഉം ഏറ്റവും വലുത് 000 ആണ്. 950 milligrams അതിനകത്ത് കൊള്ളും എന്ന് പറയുന്നു. സോ സ്മോളസ്റ്റ് സൈസ് ഓഫ് ക്യാപ്സൂൾ ഈസ് ഡിനോട്ടഡ് ബൈ സൈസ് 5. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the normal range of iron content of capsule shell? iron content എത്രയാണ്? ഓർക്കുന്നുണ്ടോ, നമ്മൾ ക്ലാസ് പഠിച്ചപ്പോൾ ഒരു ടേബിൾ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, മോയ്സ്ചർ ലെവൽ എത്രയാണ്, ഒപ്റ്റിമം മോയ്സ്ചർ ലെവൽ എത്രയാണ്, അയൺ കണ്ടന്റ് എത്രയാണ്, വിസ്കോസിറ്റി എത്രയാണെന്നുള്ളൊരു നമ്മൾ ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ എത്രയായിരുന്നു ആൻസർ? ഇറ്റ് ഇസ് 30 ppm, 25 ppm, 20 ppm and 15 ppm. ഏതായിരുന്നു ആൻസർ? ഇറ്റ് ഇസ് 15 ppm. ഒപ്റ്റിമം അയൺ കണ്ടന്റ് എന്ന് പറയുന്നത് 15 parts per million ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, what should be the moisture content of soft gelatin capsule? soft gelatin capsule ന്റെ moisture content എത്രയാണ്? soft gelatin capsule, empty gelatin shell and hard gelatin capsule, ഇതിന്റെ എല്ലാ moisture content നമ്മൾ പഠിച്ചതായിരുന്നു. എത്രയായിരുന്നു soft gelatin capsule വരുമ്പോ? it is around 10 to 15% അല്ലെ? 10 to 15% ആണ് നമ്മുടെ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ ഷെല്ലിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, empty ആകുമ്പോഴേക്കും അത് 12 to 15 ആവും, ഹാർഡ് ജെലാറ്റിൻ ആകുമ്പോഴേക്കും 15 to 30% ആവും. നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. Which of the following steps are involved in manufacturing of hard gelatin capsule shell? hard gelatin capsule shell ഉണ്ടാക്കണം, empty shell ഉണ്ടാക്കണം. അതിന്റെ സ്റ്റെപ്സ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? ജെലാറ്റിൻ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യും, കുറച്ച് പിൻസ് ഉണ്ട്, ഡിപ്പ് ചെയ്യും, then spin ചെയ്യും, ഡ്രൈ ചെയ്യും, then സ്ട്രിപ്പിംഗ്, കട്ടിംഗ്, ജോയിനിങ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻസ് എന്തൊക്കെയാ? ഡിപ്പിംഗ്, ഡിപ്പ് ചെയ്യുന്നു, then സ്പിന്നിങ്, അതിനെ കറക്കുന്നു, ട്രിമ്മിങ്, ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഓപ്ഷൻ ഡി, all of the above. So what is the answer? ഇതെല്ലാം നമ്മുടെ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂളിന്റെ മാനുഫാക്ചറിംഗിൽ വരുന്നതാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, all of the above. Next question, which of the following plasticizer is preferred in capsule manufacturing? capsule manufacturing le ഏത് plasticizer ആണ് യൂസ് ചെയ്യുന്നത്? plasticizer നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, elasticity കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെയായിരുന്നു plasticizer യൂസ് ചെയ്തിരുന്നത്? ഓപ്ഷൻസ് നോക്കിയാലോ. സോർബിറ്റോൾ, ഓപ്ഷൻ എ ആൻഡ് ബി റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുവാണ് കേട്ടോ. ഓപ്ഷൻ സി പോളിഎത്തിലിൻ ഗ്ലൈക്കോൾ, ഓപ്ഷൻ ഡി ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ്. ഏതായിരുന്നു ആൻസർ? ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആൻഡ് ബി, ബോത്ത് ആർ കറക്റ്റ്. സോർബിറ്റോൾ ആണ്, സോർബിറ്റോൾ ആൻഡ് ഗ്ലിസറിൻ ആണ് നമ്മൾ പ്ലാസ്റ്റിസൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നാണ് കേട്ടോ, എല്ലാവരും കറക്റ്റ് ചെയ്ത് പഠിക്കാം. ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി ബോത്ത് ആർ കറക്റ്റ്, ദാറ്റ് ഇസ് ബോത്ത് ആർ സോർബിറ്റോൾ. ഇവിടെ നമുക്ക് ഗ്ലിസറിൻ എഴുതാം. രണ്ടും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? പ്ലാസ്റ്റിസൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയില്ലേ? ഇത് ക്വസ്റ്റിലേക്ക് പോയാലോ. ക്യാപ്സൂൾസ് എന്താണ്? ഡെഫിനിഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് സോളിഡ് ഡോസേജ് ഫോം, ലിക്വിഡ് ഫില്ലിംഗ് കോമ്പാറ്റബിൾ ഡോസേജ് ഫോം, ഓൾ ഓഫ് ദ എബോവ്. എന്താണ്? ക്യാപ്സൂൾസ് ആർ യൂണിറ്റ് സോളിഡ് ഡോസേജ് ഫോം. യെസ്, ഇറ്റ്സ് എ യൂണിറ്റ് ഡോസേജ് ഫോം, ഇറ്റ്സ് സോളിഡ് ഡോസേജ് ഫോം. സോ ബിയും കവർ ചെയ്തു. ലിക്വിഡ് ഫില്ലിംഗ് കോമ്പാറ്റബിൾ ഡോസേജ് ഫോം. യെസ്, ലിക്വിഡ് ഫിൽ ചെയ്യാൻ പറ്റും. എവിടെയാ? സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾസിൽ ലിക്വിഡ് ഫിൽ ചെയ്തൂടെ? ചെയ്യാം. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ D, all of the above. Capsules are unit solid dosage form in which we can fill both solids and liquids. Clear ആയില്ലേ? Next question, dash is ingredient of opaque hard gelatin capsule. അതായത് ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂളിന് നമ്മൾ ഒപ്പേക്ക് ആക്കുമല്ലേ? ഒപ്പേക്ക് ആണ് ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ. അപ്പോൾ ഈ ഒപ്പേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇൻഗ്രീഡിയന്റ് ആണ് യൂസ് ചെയ്യുന്നത്? എന്ത് ഇൻഗ്രീഡിയന്റ് ആയിരുന്നു? ഗ്ലിസറിൻ, ടൈറ്റാനിയം ഡയോക്സൈഡ്, പോളിഹൈഡ്രിക് ആൽക്കഹോൾ, സോർബിറ്റോൾ. ഏതാ?
ഇറ്റ് ഈസ് ടൈറ്റാനിയം ഡയോക്സൈഡ്. ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് നമ്മുടെ ഒപ്പേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന എക്സിപ്പിയന്റ് എന്ന് പറയുന്നത്. Type B gelatin is used for the capsule is derived from dash. Type B gelatin എവിടെ നിന്നാണ് ഉണ്ടാവും? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 types of gelatin ഉണ്ട്. Type A and B. A is acid treated precursor എന്ന് ഉണ്ടാക്കുന്നു. B എന്ന് പറയുന്ന base treated precursor എന്ന് ഉണ്ടാക്കുന്നു. Isoelectric pH ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. So options എന്തൊക്കെയാ? Type B gelatin, bones, pork skin, both A and B, none of them. ഏതെന്നാണ് ഉണ്ടാക്കുന്നത്? Type B gelatin. B is derived from bones. A is derived from animal skin. അങ്ങനെയായിരുന്നു പഠിച്ചത് അല്ലേ? So the type B gelatin is derived from bone. It is obtained from base treated or alkali treated precursor. അതിന് isoelectric pH എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4.7 ആയിരുന്നു. ഓർമ്മയില്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. കറക്റ്റ് ഓർഡർ ഓഫ് മാനുഫാക്ചറിങ് ഓഫ് empty gelatin capsule shell. empty gelatin capsule shell ഉണ്ടാക്കുന്ന കറക്റ്റ് ഓർഡർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ? ഡിപ്പ് ചെയ്യും, സ്പിൻ ചെയ്യും, അതിനുശേഷം ഡ്രൈ ചെയ്യും, സ്ട്രിപ്പ് ചെയ്യും, കട്ട് ചെയ്യും, ജോയിൻ ചെയ്യും. ഓപ്ഷൻസ് വായിച്ചോക്കെ. കട്ടിങ് ആണോ? അറ്റ് ദ എൻഡ് ആണ് കട്ട് ചെയ്യുന്നത് അല്ലെ? സോ ഈ ക്വസ്റ്റ്യൻ ഇതെല്ലാം നമുക്ക് ആദ്യമേ മനസ്സിലായി. ഡിപ്പിംഗ്, യെസ്, ഫസ്റ്റ് ഡിപ്പ് ചെയ്യുന്നു, സ്പിന്നിങ്, എന്നിട്ട് സ്പിൻ ചെയ്യുന്നു, ഡ്രൈ ചെയ്യും, അതിനുശേഷം കട്ടിങ്, സ്ട്രിപ്പിംഗ്, ജോയിനിങ്. ഇവിടെ തെറ്റിപ്പോയി. സ്ട്രിപ്പിംഗ് ആയിരുന്നു ഫസ്റ്റ് വരേണ്ടത്. സ്ട്രിപ്പിംഗ്, കട്ടിംഗ്, ജോയിനിങ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി ഈസ് റോങ്. ഓപ്ഷൻ ഡി ജോയിനിങ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ്. സോ അതും റോങ് ആൻസർ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി. ഡിപ്പ് ചെയ്യും, ദെൻ സ്പിൻ ചെയ്യും. യൂണിഫോം ആയിട്ട് എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ട് സ്പിൻ ചെയ്യുന്നു, ദെൻ ഡ്രൈ ചെയ്യുന്നു, സ്ട്രിപ്പ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? So these are the steps in the preparation of empty capsule gelatin shell. Next question, which part of hand operated capsule filling machine is operated to separate caps and body of the empty capsule? അപ്പോൾ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ ഫില്ലിംഗിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചതായിരുന്നു എന്ത്? ഹാൻഡ് ഓപ്പറേറ്റഡ് ക്യാപ്സൂൾ ഫില്ലിംഗ് മെഷീൻ. നമ്മുടെ കോളേജസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ലബോറട്ടറീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? സോ അതിന്റെ ക്യാപ്പിനെയും ബോഡീനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ക്യാം ഹാൻഡിൽ, ലിവർ, ലോഡിംഗ് ട്രേ, റബ്ബർ ടോപ്പ് പ്ലേറ്റ്. ഏതായിരുന്നു? കൺഫ്യൂഷൻ ആയി കാണും. ക്യാം ഹാൻഡിലും ലിവറും ആയിട്ട്. ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ക്യാം ഹാൻഡിൽ. ക്യാം ഹാൻഡിലാണ് നമ്മുടെ ക്യാപ്സൂൾ ഫില്ലിംഗ് മെഷീനിൽ ക്യാപ്പിനെയും ബോഡിയെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ empty ക്യാപ്സൂൾസ് കൊണ്ടുവച്ചതിന് ശേഷം ക്യാം ഹാൻഡിൽ വർക്ക് ചെയ്യും. അന്നേരം ക്യാപ്പും ബോഡിയും സെപ്പറേറ്റഡ് ആവും. ക്യാപ്പ് നമ്മുടെ ലോഡിംഗ് ട്രേയിലേക്ക് പോകും. ദെൻ ലിവർ ലാസ്റ്റ് ഇതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി, തിരിച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിവർ യൂസ് ചെയ്യുന്നത്. തിരിഞ്ഞു പോരുത് കേട്ടോ. ആദ്യം യൂസ് ചെയ്യുന്നത് ക്യാപ്പിനെയും ബോഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ക്യാം ഹാൻഡിലും, ലാസ്റ്റ് ക്യാപ്പിനെയും ബോഡിനെയും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലിവറും. ലോഡിംഗ് ട്രേ അറിയാലോ, ക്യാപ്സൂൾസിനെ ലോഡ് ചെയ്യാൻ. റബ്ബർ ടോപ്പ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇത് ക്യാപ്പ് തിരിച്ചു വെച്ചതിന് ശേഷം അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റബ്ബർ ടോപ്പ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് എ gelatin is acid treated, alkali treated, both A and B, none of them. A gelatin is acid treated gelatin. A is acid treated gelatin. Isoelectric pH at basic level, that is 9.0 നമ്മൾ പഠിച്ചതായിരുന്നു. So the answer is option A, acid treated. Type A gelatin is acid treated precursor എന്ന് ഉണ്ടാവുന്നു. Type B gelatin alkali treated or base treated precursor എന്ന് ഉണ്ടാവുന്നു നമ്മൾ പഠിച്ചു. ഇത്രയാണ് ക്യാപ്സൂൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ Q&A ഡിസ്കഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ഡെപ്ത് ആയിട്ട് ക്ലാസ് പഠിച്ചു, അതിനുശേഷം MCQs നമ്മൾ പഠിച്ചു. സോ എല്ലാവർക്കും ക്യാപ്സൂൾസിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.